എനിക്കറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? നിന്റെ ബാഗിൽ നിന്ന് തന്നെയല്ലേ ഞാൻ ഈ പ്രിസ്ക്രിപ്ഷൻ എടുത്തത്. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല ശിവാനി. പക്ഷെ എനിക്കെല്ലാം മനസ്സിലായി. എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി നീ മനഃപൂർവ്വം വാങ്ങിക്കൊണ്ട് വന്നതല്ലേ ഈ ടാബ്ലറ്റ്. എന്താ ശിവാനി ഇത്? മനഃപൂർവ്വം നിധി എങ്ങനെ ചെയ്യും? വെറുതെ ഓരോന്ന് പറയല്ലേ ശിവാനി. നീ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ മുതല് എന്ത് കരുതലോടെയാ നിധി നിന്നെ നോക്കിയത്? ഞാൻ വെറുതെ പറഞ്ഞതൊന്നുമല്ല. ഇവള് കാണിച്ച സ്നേഹവും കരുതലും ഒക്കെ അഭിനയമാണെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. എങ്ങനെ എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി കരുതിക്കുട്ടി ചെയ്തതാ ഇവള്. ആർക്കും മനസ്സിലാവാതിരിക്കാൻ വേണ്ടി ആരെ കൊണ്ടൊരു പ്രിസ്ക്രിപ്ഷൻ ഒപ്പിച്ചെടുത്ത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിയതാ ഇവള്. ഞാൻ പോയി ടാബ്ലറ്റ് വാങ്ങിച്ചോളാന്ന് പറഞ്ഞപ്പോ സമ്മതിക്കാതെ വാശി പിടിച്ച് മെഡിക്കൽ സ്റ്റോറിൽ പോയപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായതാ. ഭഗവാനെ നീ കാത്തു. കൃത്യസമയത്ത് ഡോക്ടർ വന്നതുകൊണ്ട് മാത്രം എന്റെ കുഞ്ഞ് രക്ഷപ്പെട്ടത്. ഈ ടാബ്ലറ്റ് എങ്ങനെ ഞാൻ കഴിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു? പ്രണവെ കണ്ടോ? നിധിയുടെ സ്വഭാവം ഇതാണെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞതല്ലേ. എന്നെ വിശ്വസിച്ചോ? ഇല്ലല്ലോ. ഏട്ടത്തി എന്ന് വിളിച്ച് പുറകെ നടന്നതിന് ഇപ്പൊ കിട്ടിയല്ലോ. ഇപ്പൊ മനസ്സിലായോ ഇവളുടെ മനസ്സിലിരിപ്പ്? എന്താ സംഭവിച്ചെന്ന് കൃത്യമായിട്ട് അറിയാതെ ആരും കുറ്റം പറയാൻ പാടില്ല. വെറുതെ നിധിയെ സപ്പോർട്ട് ചെയ്യാൻ വിരലെ എടുത്തി. നിധി കാണിച്ചത് തെളിവ് സഹിതം പിടിക്കപ്പെട്ടു കഴിഞ്ഞു. ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്നവളാണ് നീയെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയ നീ മറ്റൊരാളുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ക്രൂര മനസ്സുള്ളവളാണെന്ന് ഞാൻ കരുതിയില്ല നിധി.